വരനെ തീരുമാനിക്കുന്നതിൽ വധുവിനും അധികാരമുണ്ട്. ഹദീസ് ഡോക്ടർ കെ മുഹമ്മദ് പാണ്ടിക്കാട്. عن عائشة رضي الله عنها جاءت فتاة إلى رسول الله صلى الله عليه وسلم فقالت: يا رسول الله، إن أبي زوجني ابن أخيه يرفع بي خسيسته فجعل الأمر إليها. قالت: فإني قد أجزت ما صنع أبي، ولكن أردت أن تعلم النساء أن ليس للآباء من الأمر شيء. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഒരു യുവതി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു: അള്ളാഹുവിന്റെ ദൂതരെ, എന്റെ പിതാവ് അദ്ദേഹത്തിന്റെ സഹോദരപുത്രന് എന്നെ വിവാഹം ചെയ്തു കൊടുത്തിരിക്കുന്നു. ഇത് മുഖേന പിതാവ് സാമ്പത്തിക നേട്ടം ഉദ്ദേശിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനാധികാരം അവൾക്ക് നൽകി. അപ്പോൾ അവൾ പറഞ്ഞു: എനിക്ക് എന്റെ പിതാവ് വിവാഹം ചെയ്തു തന്ന വരൻ തന്നെ മതി. പക്ഷേ വിവാഹ വിഷയത്തിൽ തീരുമാനാധികാരം പിതാക്കൾക്കില്ല എന്ന് വനിതകളെ അറിയിക്കുകയായിരുന്നു എന്റെ ഉദ്ദേശം. അൻ-നസാഇ. സ്ത്രീകളുടെ അവകാശവും സ്വാതന്ത്ര്യവും നേടിക്കൊടുത്ത ദർശനമാണ് ഇസ്ലാം. വിവാഹ വിഷയത്തിൽ മാതാപിതാക്കൾ തങ്ങളുടെ തീരുമാനം മക്കളിൽ അടിച്ചേൽപ്പിക്കരുത് എന്നത് അതിലൊന്നാണ്. ഈ ഹദീസിൽ അത്തരമൊരു സംഭവമാണ് വിവരിക്കുന്നത്. പിതാവ് സാമ്പത്തിക താൽപര്യത്തിനായി മകളെ തന്റെ സഹോദരപുത്രന് വിവാഹം ചെയ്തു കൊടുക്കുന്നു. സമ്പന്നനായ മരുമകൻ മുഖേന തന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ നീങ്ങുമെന്നാണ് അയാൾ പ്രതീക്ഷിച്ചത്. മകളോട് ഇക്കാര്യം അന്വേഷിക്കുകയോ അവളുടെ അഭിപ്രായം തേടുകയോ ചെയ്തില്ല. അവൾക്ക് ഈ ബന്ധം അത്ര ഇഷ്ടവുമായിരുന്നില്ല. പെൺകുട്ടി പരാതി ഉന്നയിച്ചപ്പോൾ ഈ ബന്ധം തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവൾക്ക് നൽകി. അപ്പോഴാണ് വളരെ തന്റേടിയായ അവൾ ഇപ്രകാരം പ്രഖ്യാപിച്ചത്: എന്റെ പിതാവിന്റെ പ്രവർത്തനത്തിൽ ഞാൻ സംതൃപ്തയാണ്. പക്ഷേ വിവാഹ കാര്യത്തിൽ സ്വന്തം തീരുമാനം പെൺമക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഒരു രക്ഷിതാവിനും അർഹതയില്ലെന്ന് വരാനിരിക്കുന്ന മുസ്ലിം വനിതകൾ മനസ്സിലാക്കുന്നതിനാണ് ഞാൻ ഈ പരാതി ഉന്നയിച്ചത്. മകളുടെ അഭിപ്രായം ആരായാതെ വിവാഹം ചെയ്തു കൊടുക്കാൻ പിതാവിന് അനുവാദമില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നിക്കാഹിൽ പെൺമക്കളുടെ അഭിപ്രായങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഇപ്രകാരമാണ്: വിധവകളെ അവരുമായി കൂടിയാലോചിക്കാതെ വിവാഹം ചെയ്തു കൊടുക്കരുത്, കന്യകകളെ അവരുടെ അനുവാദമില്ലാതെയും. അവർ ചോദിച്ചു: അള്ളാഹുവിന്റെ റസൂലെ, കന്യകയുടെ അനുവാദം എങ്ങനെയായിരിക്കും? മൗനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: ഒരിക്കൽ സാബിത്ത് ഇബ്നു ഖൈസിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു: അള്ളാഹുവിന്റെ റസൂലെ, സാബിത്ത് ഇബ്നു ഖൈസിന്റെ സ്വഭാവത്തിലോ ദീനിലോ ഞാനൊരു ന്യൂനതയും കാണുന്നില്ല. പക്ഷേ ഇസ്ലാമിൽ കുഫർ സംഭവിക്കുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു. അദ്ദേഹം വിരൂപനായതിനാൽ ഭർത്താവിന്റെ അവകാശങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ തനിക്ക് സാധിക്കുന്നില്ലെന്ന് അവർ സൂചിപ്പിക്കുകയായിരുന്നു. റസൂലുള്ളാഹി ചോദിച്ചു: മഹ്റായി വാങ്ങിയ അദ്ദേഹത്തിന്റെ തോട്ടം നീ തിരിച്ചു കൊടുക്കുമോ? അവൾ പറഞ്ഞു: അതെ. താങ്കൾ ആ തോട്ടം സ്വീകരിച്ച് അവളെ ഒരു ത്വലാഖ് ചൊല്ലുക. അള്ളാഹുവിന്റെ ദൂതർ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അൻ-നസാഇ റിപ്പോർട്ട് ചെയ്യുന്നു. വധുവിനോട് അഭിപ്രായം ആരായാതെ നിക്കാഹ് നടത്തിയ രക്ഷിതാവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: അശീറു അലൻ നിസാഇ ഫീ അൻഫുസിഹിന്ന. സ്ത്രീകളുടെ സ്വന്തം കാര്യങ്ങളിൽ അവരുടെ കൂടി അഭിപ്രായം തേടുക. വിധവയായ ഒരു സ്ത്രീയെ പിതാവ് നിർബന്ധിച്ച് വിവാഹം ചെയ്തു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് റദ്ദാക്കിയെന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിലുണ്ട്.